ഹായ്, വെൽക്കം ടു എജോബിറ്റ്സ് ലേണിംഗ്. നിങ്ങൾ ഏറെ നാളായി കാത്തിരിക്കുന്ന CUT UG എക്സാം എഴുതി ICAR കീഴിലുള്ള അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സയൻസ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ കാത്തിരിക്കുകയായിരിക്കും. ഒരുപാട് ദിവസത്തെ അല്ലെങ്കിൽ ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം അതിൻ്റെ കൗൺസിലിംഗ് ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് അറിയാം, നേരത്തെ ഇതിൻ്റെ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിനൊക്കെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പുതിയൊരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ റിലീസായിട്ടുണ്ട്. അതിലുള്ള മാറ്റങ്ങൾ, അതുപോലെ തന്നെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങൾ എക്സാം കഴിഞ്ഞു, ഇനി നിങ്ങൾ ICAR കീഴിൽ രജിസ്റ്റർ ചെയ്ത് റാങ്ക് കാർഡ് ലഭിച്ചു കഴിഞ്ഞു. ഇനി എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമുക്കറിയാം, ഇനി നമുക്ക് മുമ്പിലുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ മറ്റൊരു രജിസ്ട്രേഷൻ നടത്തണം. എന്താണ് രജിസ്ട്രേഷൻ? അതുപോലെ തന്നെ പേയ്മെന്റ്. നമുക്കറിയാം, നേരത്തെ നമ്മൾ റാങ്ക് കാർഡിന് വേണ്ടിയിട്ടായിരുന്നു രജിസ്ട്രേഷൻ നടത്തിയിരുന്നത്. ഇനി കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ആണ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ നമുക്കൊരു 500 രൂപ രജിസ്ട്രേഷൻ ഫീ ആയിട്ട്, കൗൺസിലിംഗ് ഫീ ആയിട്ട് നമ്മൾ അടയ്ക്കേണ്ടതുണ്ട്. ഇതെല്ലാവരും ശ്രദ്ധിക്കാം. അതുപോലെ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ചോയ്സ് ഫില്ലിംഗ്. നമ്മൾ നേരത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യാം. ചോയ്സ് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അതൊക്കെ നോക്കി വെക്കുക. അതുപോലെ തന്നെ ഓൺലൈൻ അപ്ലോഡിംഗ് ഡോക്യുമെന്റ്. ഈ ചോയ്സ് ഫില്ലിംഗ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെന്റ്സുകളൊക്കെ, നിങ്ങൾ കുറേ ഡോക്യുമെന്റ്സുകളൊക്കെ പറയുന്നുണ്ടല്ലോ, ആ ഡോക്യുമെന്റ്സുകളൊക്കെ ഓൺലൈനായി അപ്ലൈ ചെയ്യാനുള്ളതാണ്. അത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ചെക്ക് ചെയ്യും. വെരിഫിക്കേഷൻ ഓഫ് ഡോക്യുമെന്റ് അത് നടക്കും. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഓരോ യൂണിവേഴ്സിറ്റി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റിയിൽ സീറ്റ് ആക്സെപ്റ്റ് ചെയ്തു. അതിനൊരു ഫീ പേയ്മെന്റ് ഉണ്ടാവും. ഏകദേശം ഒരു 10,000 റുപ്പീസ് അല്ലെ, 10,000 റുപ്പീസ് നമ്മൾ സീറ്റ് പേയ്മെന്റിന് വേണ്ടിയിട്ട് ആക്സെപ്റ്റൻസ് ഫീ ആയിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഇഷ്യൂ ഓഫ് പ്രൊവിഷണൽ അഡ്മിഷൻ ലെറ്റർ. നിങ്ങൾ ഈ ആക്സെപ്റ്റൻസ് ഫീ കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? യൂണിവേഴ്സിറ്റി ഒരു പ്രൊവിഷണൽ അഡ്മിഷൻ ലെറ്റർ നൽകും. അത് കഴിഞ്ഞാൽ അത് നമ്മൾ ചിലപ്പോൾ നമ്മൾ ആ ഒരു യൂണിവേഴ്സിറ്റി എടുക്കാതെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യും. അപ്പോൾ അപ്ഗ്രേഡേഷൻ്റെ ആ കാര്യങ്ങളായിരിക്കും നടക്കുന്നത്. അത് കഴിഞ്ഞു ഫൈനലി ഇതിൻ്റെ ഒരു ഫൈനൽ അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഫിസിക്കൽ റിപ്പോർട്ടിംഗ് അറ്റ് ദ ഫൈനലി അലോട്ടഡ് യൂണിവേഴ്സിറ്റി, അതാണ് നടക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അതിൽ ഈ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. നിങ്ങൾ ഞങ്ങളെ വിളിക്കും, അതല്ല യൂണിവേഴ്സിറ്റിയെ വിളിക്കും. ഏതായാലും ഇതിൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ഹെൽപ്പ് ഡെസ്ക്, അതല്ലെങ്കിൽ ICAR കീഴിലുള്ള ഹെൽപ്പ് ഡെസ്കുകളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓരോ യൂണിവേഴ്സിറ്റിൻ്റെയും ഡീറ്റെയിൽസ്, അതിൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം ഇപ്പോൾ രജിസ്ട്രേഷനിൽ നമുക്ക് 4 റൗണ്ട് അല്ലെ 4 റൗണ്ട് കൗൺസിലിംഗ് ആണുള്ളത്. നമ്മൾ ഫസ്റ്റ് അലോട്ട്മെന്റ് ഉണ്ടാവും. അതുപോലെ തന്നെ അതല്ലെങ്കിൽ നമുക്ക് അതിൽ കിട്ടിയിട്ടില്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റ് ഉണ്ടാവും, തേർഡ് അലോട്ട്മെന്റ്, അങ്ങനെ 4 തവണ അലോട്ട്മെന്റ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടും സീറ്റ് കിട്ടാത്തവർക്ക് ഒരു മോപ്പപ്പ് റൗണ്ട് എന്ന് പറയുന്ന റൗണ്ട് കൂടി ഉണ്ടാവും. കാരണം ചില സീറ്റുകളൊക്കെ റിപ്പോർട്ട് ചെയ്യാതെ വന്നു, അത് ചില കാറ്റഗറിക്ക് മാറ്റി വെച്ചിട്ടുള്ള സീറ്റുകളൊക്കെ ഉണ്ടാവും. ആ സീറ്റുകളൊക്കെ അവർ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആ സീറ്റുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു മോപ്പപ്പ്, ഫൈനലി അത് ഫില്ല് ചെയ്യാനുള്ള ഒരു മോപ്പപ്പ് റൗണ്ട് ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ എവിടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, എപ്പോഴാണ് ഫീ അടക്കേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് അല്ലെ, ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ ഫീ ഒക്കെ അടച്ച് അത് ആ കൗൺസിലിംഗ് പ്രോസസ്സിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. അതല്ലെങ്കിൽ നമ്മൾ കൗൺസിലിംഗിൽ എടുത്തിട്ടുണ്ടാവും. പക്ഷേ ഈ 4 റൗണ്ടിൽ നമുക്ക് സീറ്റ് കിട്ടിയിട്ടില്ല. അങ്ങനെ മോപ്പപ്പ് റൗണ്ടിൽ നമുക്ക് ഫീ അടക്കേണ്ടതുണ്ടോ? അതല്ല, നമ്മൾ ആദ്യമൊന്നും ഫീ അടച്ചിട്ടില്ല, 4 റൗണ്ടിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ നമുക്ക് മോപ്പപ്പ് റൗണ്ടിൽ പങ്കെടുക്കാൻ പറ്റും. ചില ആളുകൾ ഉണ്ടാവില്ല, ഇതിലൊന്നും കിട്ടുന്നില്ല, അവസാനം കുറച്ച് സീറ്റ് ബാക്കിയുണ്ട്, എന്നാൽ അതിൽ പങ്കെടുക്കാം. ഇങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ടാവും. ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യാം, ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കാം. ഇതിൽ ഇൻഫർമേഷൻ ബുള്ളറ്റിലുള്ള ചില ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് ദ ഓപ്ഷൻ ഫോർ വിത്ഡ്രോവൽ. നമ്മൾ പലപ്പോഴും ഇത് ക്യാൻസൽ ചെയ്യും. ഇപ്പോൾ നമ്മൾ അതിൽ കൗൺസിലിങ്ങിൽ പങ്കെടുത്ത് നമ്മുടെ സീറ്റ് ക്യാൻസലൊക്കെ ചെയ്യാൻ പലപ്പോഴും ചോദിക്കും. അപ്പോൾ ദ ഓപ്ഷൻ ഫോർ വിത്ഡ്രോവൽ ഓർ ക്യാൻസലേഷൻ ഓഫ് സീറ്റ് വിൽ ബി അവൈലബിൾ ടു ദ കാൻഡിഡേറ്റ് ത്രൂ ദ ആപ്ലിക്കൻ ലോഗിൻ ഓൺ ദ കൗൺസിലിംഗ് പോർട്ടൽ. നമ്മളെങ്ങനെ ക്യാൻസൽ ചെയ്യുമെന്നും പലരും ചോദിക്കാറുണ്ട്. അത് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞതാണ്. അത് നമ്മുടെ കൗൺസിലിംഗ് പോർട്ടലിൽ ആപ്ലിക്കൻ്റ് ലോഗിൻ, നിങ്ങൾക്ക് കാണാം അവിടെ അപ്ലിക്കൻ്റ് ലോഗിൻ, യൂണിവേഴ്സിറ്റി ലോഗിൻ ഉണ്ട്. അപ്ലിക്കൻ്റ് ലോഗിൽ നിന്ന് നമുക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ വെബ്സൈറ്റും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ കൗൺസിലിംഗിൻ്റെ വെബ്സൈറ്റിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിൽ തന്നെയാണ് മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്.
നെക്സ്റ്റ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, കാൻഡിഡേറ്റ് ഹു ആക്സെപ്റ്റ് ഓർ ഫ്രീസ് ഹിസ് ഓർ ഹെർ സീറ്റ് ഡ്യൂറിങ് റൗണ്ട് 1 to round 4. നമ്മൾ ആദ്യം 1 മുതൽ 4 വരെയുള്ള റൗണ്ടുകളിൽ ഒരു കാൻഡിഡേറ്റ് നമ്മൾ സീറ്റ് ആക്സെപ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഫ്രീസ് ചെയ്യാം. ഫ്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ പങ്കെടുത്തു, എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റി കിട്ടി, എന്നാൽ നമുക്ക് അവിടെ ഫ്രീസ് ചെയ്യാം, ആ യൂണിവേഴ്സിറ്റി നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്, നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അപ്പോൾ ഫ്രീസ് ചെയ്യുക ഉദ്ദേശിച്ച് ആക്സെപ്റ്റ് ചെയ്യോ ഫ്രീസ് ചെയ്യോ ചെയ്യുകയാണെങ്കിൽ ആൻഡ് ഫെയിൽസ് ടു എയ്തർ വിത്ഡ്രോ ഓർ ക്യാൻസൽ ദ സീറ്റ് ആസ് പെർ പ്രൊസീജിയർ. എന്നിട്ട് അവിടെ ഫ്രീസ് ചെയ്ത് വെച്ചു, നമുക്ക് ആ സീറ്റ് ഫ്രീസ് ചെയ്തു, പക്ഷേ നമ്മൾ എന്ത് ചെയ്തില്ല, അവിടെ പോകാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ നമ്മൾ ക്യാൻസൽ ചെയ്യാനോ വിത്ഡ്രോ ചെയ്യാനോ മറന്നുപോയി, ഫെയിൽ ചെയ്താൽ, അങ്ങനെയാണെങ്കിൽ ജോയിൻ ദ പ്രീവിയസ്ലി അലോട്ടഡ് പ്രോഗ്രാം, അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ നമുക്ക് അലോട്ട് ചെയ്ത ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിൽ ജോയിൻ ചെയ്യാൻ നമ്മൾ പോയിട്ടില്ല, ഓർ യൂണിവേഴ്സിറ്റി പ്രോഗ്രാം ഓർ യൂണിവേഴ്സിറ്റി ഫോർ എനി റീസൺ വിൽ നോട്ട് ബി റീഫണ്ടഡ് ദ സീറ്റ് ആക്സെപ്റ്റൻസ് ഫീ. ഞാൻ പറഞ്ഞു ഇതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചു, അത് നിങ്ങൾ ഫ്രീസ് ചെയ്തു അല്ലേ, ഫ്രീസ് ചെയ്തു, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തില്ല, അവിടെ ജോയിൻ ചെയ്യാൻ പോയിട്ടില്ല, നിങ്ങൾ ആ ക്യാൻസൽ ചെയ്യാനും മറന്നുപോയി. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആ 10,000 രൂപ അല്ലേ, 10,000 രൂപ നിങ്ങൾക്ക് തിരിച്ചു കിട്ടൂല. ക്ലിയർ ആയോ? ആ റൗണ്ട് മനസ്സിലാക്കണം, 1 to 4 ഈ റൗണ്ടിനിടയിൽ നിങ്ങളത് ഫ്രീസ് ചെയ്യണം. പിന്നെ മോപ്പപ്പ് റൗണ്ടിലേക്ക് പോവുക, അതല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഞങ്ങൾ ക്യാൻസൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നടക്കില്ല. നെക്സ്റ്റ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, കീപ് പ്രിൻറ്റ്സ് ഓർ ഹാർഡ് കോപ്പീസ് ഇൻ അഡീഷൻ ടു സോഫ്റ്റ് കോപ്പീസ്. നിങ്ങൾ ഓൾറെഡി ഹാർഡ് കോപ്പീസ് അല്ലെ, സോഫ്റ്റ് കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടാവും, അതിന് കൂടെ തന്നെ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഹാർഡ് കോപ്പി കീപ്പ് ചെയ്യുക. എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കുക, റാങ്ക് കാർഡ്, അതുപോലെ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് ലെറ്റേഴ്സ്, അഡ്മിഷൻ നിങ്ങൾ സീറ്റ് ആക്സെപ്റ്റ് ചെയ്തു, നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഒരു പ്രൊവിഷണൽ അഡ്മിഷൻ ലെറ്റർ തരും, അതുപോലെ അലോട്ട്മെൻറ്റ് ലെറ്ററും പ്രൊവിഷണൽ അഡ്മിഷൻ ലെറ്റർ, ഈ ലെറ്റേഴ്സ്, ഇത് 3 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യണം. അത് സോഫ്റ്റ് കോപ്പി വേണം, ഹാർഡ് കോപ്പി വേണം. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ പ്രോസസ്സൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സൈറ്റിൽ നിന്ന് ഇത് ഇല്ലാതാകും. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യുക, ICAR വീണ്ടും അങ്ങനെയുള്ള ഒരു സാധനങ്ങളോ തരൂല. സോ നിങ്ങളിത് കീപ്പ് ചെയ്ത് വെക്കണം. അതുപോലെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ രജിസ്ട്രേഷൻ്റെ ID മറ്റുള്ള കാര്യങ്ങളൊക്കെ അതെല്ലാം സൂക്ഷിച്ചു വെക്കണം. പിന്നെ മോപ്പപ്പ് റൗണ്ട് എന്ന് പറഞ്ഞാൽ 4 റൗണ്ട് കഴിഞ്ഞു പിന്നെ വരുന്നതാണ് മോപ്പപ്പ് റൗണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, എനി ലെഫ്റ്റ് ഓവർ കാൻഡിഡേറ്റ്സ് ഹു കുഡ് നോട്ട് രജിസ്റ്റർ ഫോർ ദെയർ ഫസ്റ്റ് റൗണ്ട് ഓഫ് കൗൺസിലിംഗ് ആർ അലോവഡ്. അതായത് ഫസ്റ്റ് റൗണ്ടിൽ നമ്മളെ കൗൺസിലിങ്ങിന് രജിസ്റ്റർ ചെയ്യണം അല്ലേ, ആ സമയത്ത് ചെയ്യാൻ പറ്റിയില്ല, രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യാം, അലോവഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മോപ്പപ്പ് ഓർ ഫൈനൽ റൗണ്ട് ഓഫ് കൗൺസിലിംഗ് ബൈ പേയിങ് ദ പ്രിസ്ക്രൈബ്ഡ് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ഫീ 500. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ റൗണ്ടുകളിലൊന്നും ഒരാൾക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ കാൻഡിഡേറ്റിനും എന്ത് ചെയ്യാം, ഫൈനൽ റൗണ്ടിൽ എന്ത് ചെയ്യാം, 500 രൂപ കൊടുത്തിട്ട് പങ്കെടുക്കാം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ റാങ്ക് വളരെ കുറവാണ്, അങ്ങനെ അവസാനം ഈ റൗണ്ടൊക്കെ കഴിഞ്ഞ് ഫൈനൽ റൗണ്ടിൽ കുറച്ച് സീറ്റ് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് അതിൽ പങ്കെടുക്കാം എന്നുള്ളതാണ്. സാധാരണ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഫസ്റ്റ് റൗണ്ടിൽ തന്നെ, കൗൺസിലിങ്ങിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം, ഫീ അടയ്ക്കണം. പക്ഷെ അങ്ങനെ ഒരാൾ ചെയ്തിട്ടില്ലെങ്കിൽ മോപ്പപ്പ് റൗണ്ടിൽ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദ ഇൻഫർമേഷൻ ഓൺ ആനുവൽ കോഴ്സ് ഫീ. നിങ്ങൾ ഇത് എടുത്തു കഴിഞ്ഞാൽ ഓരോ യൂണിവേഴ്സിറ്റി കോളേജിലെയൊക്കെ ആനുവൽ കോഴ്സ് ഫീ, അതുപോലെ തന്നെ ഹോസ്റ്റൽ ഫീ വിത്തൗട്ട് ഫുഡ് ചാർജ് along with the tentative date of registration at the university is available on the counseling portal. ഏകദേശം അതിൻ്റെ ടെൻറ്റേറ്റീവ് ഡേറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൗൺസിലിംഗ് പോർട്ടലിൽ നിങ്ങൾക്ക് കാണാമെന്നാണ്. ഇതൊക്കെ നിങ്ങൾ ചോദിക്കും, എത്രയാണ് ആനുവലി വരുന്നത്, അവിടുത്തെ ഹോസ്റ്റൽ ഫീ എത്രയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ കൗൺസിലിംഗ് പോർട്ടലിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ബിഫോർ ചോയ്സ് ഫില്ലിംഗ്, അതുപോലെ തന്നെ നമ്മൾ ചോയ്സ് ഫില്ലിംഗ് നടത്തുന്നതിന് മുമ്പ് തന്നെ ദ കാൻഡിഡേറ്റ്സ് മസ്റ്റ് അസർട്ടൈൻ ദ ഫീ സ്ട്രക്ചർ. നമ്മൾ എന്ത് ചെയ്യണം, അവിടുത്തെ ഫീ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ഉറപ്പുവരുത്തണം. അവൈലബിലിറ്റി ഓഫ് ഹോസ്റ്റൽ എവിടെയാണ് കിട്ടുന്നത്, ഡേറ്റ് ഓഫ്, അതായത് എത്ര അവിടെയുള്ള അഡ്മിഷൻ കിട്ടുന്ന എല്ലാ കുട്ടികൾക്കും അവിടെ ഹോസ്റ്റലുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ ആ യൂണിവേഴ്സിറ്റിയിൽ എപ്പോഴാണ് രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത്, ആൻഡ് അതർ റിക്വയർമെൻറ്റ്സ് ഇൻക്ലൂഡിങ് ദെയർ എലിജിബിലിറ്റി, അതുപോലെ തന്നെ ആ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ എലിജിബിൾ ആണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങളാണ് നോക്കേണ്ടത്.
അതിൽ ICAR ഒരിക്കലും ഉത്തരവാദിയാവുകയില്ല. മാത്രമല്ല പക്ഷേ ഇതിൽ പറയുന്നുണ്ട്, ഇപ്പോൾ നിങ്ങൾ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ക്യാമ്പസിലോ അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും നല്ല സിറ്റികളിൽ ആണെങ്കിൽ അവിടെയാണ് അവർക്ക് ഹോസ്റ്റൽ ലഭിക്കുക. അവരെ റിമോട്ടായ ഏരിയകളിലേക്കൊന്നും പരമാവധി അവിടെ ഹോസ്റ്റലൊന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം, വൺസ് റെക്കമെൻഡേഷൻ ഫോർ അഡ്മിഷൻ ഈസ് ഫൈനലൈസ്ഡ്. നമ്മൾ അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ ഫൈനലൈസ് ചെയ്താൽ ചേഞ്ച് ഇൻ ദ പ്ലേസ്മെന്റ് ഓഫ് സബ്ജക്റ്റ്, നമ്മുടെ സബ്ജക്റ്റ് മാറ്റാനോ യൂണിവേഴ്സിറ്റി മാറ്റാനോ ഓർ ട്രാൻസ്ഫർ ഓർ മൈഗ്രേഷൻ വുഡ് നോട്ട് ബി പെർമിസിബിൾ. അതൊന്നും അനുവദിക്കില്ല അണ്ടർ എനി സർക്കംസ്റ്റാൻസ്. അപ്പോൾ ഇത് എടുക്കുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം, പിന്നീടൊന്നും മാറ്റങ്ങൾ പറ്റൂല. ICAR വിൽ ഹാവ് നോ റെസ്പോൺസിബിലിറ്റി ഫോർ ചേഞ്ച് ഓഫ് സബ്ജക്റ്റ് ഓർ യൂണിവേഴ്സിറ്റി. ഇതൊന്നും മാറ്റാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ടായിരിക്കില്ല. അതൊക്കെ നിങ്ങൾ ശ്രദ്ധയോടെ ഇത് കൈകാര്യം ചെയ്യണമെന്നാണ് പറയുന്നത്. മറ്റൊരു നമ്മൾ സെലക്ഷൻ മെത്തേഡിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദ ലിസ്റ്റ് ഓഫ് സിംഗിൾ പോയിന്റ്സ് ഓഫ് കോൺടാക്ട് അറ്റ് ദ അഡ്മിറ്റിംഗ് യൂണിവേഴ്സിറ്റീസ് ഫോർ അഡ്മിഷൻ റിലേറ്റഡ് ടു ക്വയറീസ് ഓഫ് ദ കാൻഡിഡേറ്റ്സ് ഈസ് അവൈലബിൾ. നമ്മുടെ യൂണിവേഴ്സിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, കോൺടാക്റ്റ് ഒക്കെ നിങ്ങൾ ആ പോർട്ടലിൽ ലഭിക്കും. ഇപ്പോൾ പല സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ കോൺടാക്റ്റിലൂടെ അതെന്ത് ചെയ്യുക, സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് സ്കാൻഡ് ഇമേജ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, സ്കാൻഡ് ഇമേജസ് JPG ഫയലുകളാണ് ഓഫ് ദ ഒറിജിനൽ ഡോക്യുമെന്റ്സ് ആർ റിക്വയർഡ് ടു ബി അപ്ലോഡഡ് ഓൺ ദ കൗൺസിലിംഗ് പോർട്ടൽ. നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കോപ്പീസിൻ്റെ ഒക്കെ നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ കോപ്പികൾ അത് JPG ആയിട്ട് സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം. എന്നിട്ടോ ആൻഡ് സബ്മിറ്റഡ് ഇൻ ഒറിജിനൽ അറ്റ് ദ ടൈം ഓഫ് ഫിസിക്കൽ റിപ്പോർട്ടിംഗ്. അത് നമ്മൾ എന്ത് ചെയ്യണം, ഫിസിക്കൽ റിപ്പോർട്ടിംഗ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒറിജിനൽ സബ്മിറ്റ് ചെയ്യണം അറ്റ് ദ ഫൈനലി അലോട്ടഡ് യൂണിവേഴ്സിറ്റി ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് കൗൺസിൽ. അപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഏതാണ് ഡോക്യുമെൻ്റ്, ആ സെയിം ഒറിജിനൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ സബ്മിറ്റ് ചെയ്യണം. പിന്നെ ഇതിൽ ഓരോ പ്രോസസ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഫസ്റ്റ് രജിസ്ട്രേഷൻ ആണ്, ചോയ്സ് ഫില്ലിംഗ്, ഓരോന്നും പറഞ്ഞ് ഇതിൽ നമുക്ക് ഓരോ ഘട്ടത്തിലും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം ഇവിടെ നമ്മളിപ്പോൾ ചോയ്സ് ഫില്ലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഓരോ യൂണിവേഴ്സിറ്റിയിലൊക്കെ എത്ര സീറ്റ് ഉണ്ട്. ഇതിന് മുമ്പ് ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വന്നിരുന്നു, അതിലും ഇതിലൊക്കെ ചെറിയ മാറ്റങ്ങളുണ്ട്. ഉദാഹരണത്തിന് നേരത്തെ വന്ന ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ നമുക്കറിയാം തമിഴ്നാട് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, അതിലൊന്നും നമ്മൾ കണ്ടില്ലായിരുന്നു. പക്ഷേ പുതിയതിൽ നോക്കൂ, അവിടെ 129 സീറ്റുകളുണ്ട്. മാത്രമല്ല EWS കാറ്റഗറി കൂട്ടിയാൽ ടോട്ടൽ 144 സീറ്റുകൾ അവിടെ ഉണ്ട്. സോ അവിടെ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, പുതിയ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ ഓരോ യൂണിവേഴ്സിറ്റിയിലും എത്ര സീറ്റുകൾ ഉണ്ടെന്ന് പ്രത്യേകം നോക്കുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് അവൈലബിലിറ്റി ഉണ്ടാവും. സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോയ്സ് ഫില്ലിംഗ് നടത്തുമ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നെക്സ്റ്റ് അതുപോലെ തന്നെ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ നമുക്കറിയാം 83 സീറ്റുകളുണ്ട്. അതുപോലെ EWSന് 9 സീറ്റുകളുണ്ട്. ടോട്ടൽ വരുന്നത് 92 സീറ്റുകൾ. അപ്പം ഇങ്ങനെ നമുക്ക് കണക്റ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ചില ആളുകളൊക്കെ കേരളം അതിൻ്റെ അടുത്തുള്ള സ്റ്റേറ്റുകൾ സൗത്ത് ഇന്ത്യയിലൊക്കെ പ്രിഫർ ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയാൽ എത്ര സീറ്റുകളുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ആചാര്യ യൂണിവേഴ്സിറ്റി, അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ അഗ്രികൾച്ചർ ആയതുകൊണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ മികച്ച ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവിടെ പോകാൻ പറ്റുന്നവർക്ക് എന്ത് ചെയ്യാം, ചോയ്സ് ഫില്ലിങ്ങിൽ അത്തരം യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ കോളേജുകളും പ്രിഫർ ചെയ്യാവുന്നതാണ്. പോകാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണ് ഇത്തരം യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യേണ്ടത്. പക്ഷേ റാങ്കിങ്ങിലൊക്കെ ഇപ്രാവശ്യം നമ്മളെ കേരളത്തിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ നല്ല നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ഡോക്യുമെന്റേഷനിൽ എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓൺലൈൻ അപ്ലോഡ് ചെയ്യാനുള്ളതും ഫിസിക്കലി റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ സബ്മിറ്റ് ചെയ്യാനുള്ളതും. നോക്കൂ, പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്, ഹൈസ്കൂൾ ഓർ ക്ലാസ് 10 മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇൻ ഡേറ്റ് കേസ് ദ ഡേറ്റ് ഓഫ് ബർത്ത് ഈസ് നോട്ട് മെൻഷൻ ഇൻ ദ ക്ലാസ് 10 സർട്ടിഫിക്കറ്റ്, ദെൻ അപ്ലോഡ് ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യണം. ശ്രദ്ധിക്കണം കേട്ടോ, അത് നമ്മൾ ഓൾറെഡി ഉണ്ടാവും, എന്നാലും അത് ശ്രദ്ധിക്കുക. പിന്നെ ഇത് രണ്ടും ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യണം, അതുപോലെ ഫിസിക്കൽ റിപ്പോർട്ടിങ്ങിൻ്റെ സമയത്ത് നമ്മൾ കൊടുക്കണം. നെക്സ്റ്റ് വരുന്നത് പ്ലസ് ടു ഗ്രേഡ് കാർഡ് 10ൻ്റെയും അതുപോലെ തന്നെ +2ൻ്റെയും, അതും 2 സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യണം. പക്ഷേ TC നിങ്ങൾ ശ്രദ്ധിക്കുക, അത് ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ആവശ്യമില്ല. പക്ഷേ നമ്മൾ ഫിസിക്കലി റിപ്പോർട്ട് ചെയ്യുമ്പോൾ കൊടുക്കണം. അടുത്ത അഡ്മിറ്റ് കാർഡ് കേട്ടോ, ഇഷ്യൂ NTA നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് ഒരു അഡ്മിറ്റ് കാർഡ് കിട്ടിയില്ലേ, അത് ഇപ്പോഴും നിങ്ങളുടെ കയ്യിലില്ലേ, അപ്പോൾ അത് തീർച്ചയായിട്ടും സൂക്ഷിച്ചു വെക്കണം.
അത് രണ്ട് ഘട്ടത്തിലും അത് സബ്മിറ്റ് ചെയ്യാനുള്ളതാണ്. കമ്പ്യൂട്ടർ ജനറേറ്റഡ് കൺഫർമേഷൻ പേജ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ്, അതിൻ്റെ അപ്ലിക്കേഷൻ ഫോം വേണം. അതുപോലെ തന്നെ റാങ്ക് കാർഡ്, ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് റാങ്ക് കാർഡ് കിട്ടിയിട്ടുണ്ടാവും, അപ്പോൾ അതും നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. പിന്നെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഇഷ്യൂഡ് ബൈ ASIR, അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾക്ക് കിട്ടും. അലോട്ട്മെൻറ്റ് ലെറ്റർ അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട, അത് ഫിസിക്കൽ റിപ്പോർട്ടിങ്ങിൻ്റെ സമയത്ത് കൊടുക്കണം. നെക്സ്റ്റ് പ്രൊവിഷണൽ അഡ്മിഷൻ ലെറ്റർ ഇഷ്യൂഡ് ബൈ ദ അഡ്മിറ്റിംഗ് യൂണിവേഴ്സിറ്റി. നിങ്ങൾ അലോട്ട്മെൻറ്റ് ലെറ്റർ ഉണ്ട്, അഡ്മിഷൻ ലെറ്റർ ഉണ്ട്, അതിലും ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ വേണ്ടത്. പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ് സെയിം ആസ് അപ്ലോഡഡ് അറ്റ് ദ ടൈം ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ. ശ്രദ്ധിക്കുക, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യില്ലേ, അതിൻ്റെ സെയിം കോപ്പി നിങ്ങൾ കീപ്പ് ചെയ്യണം. അത് ഫിസിക്കലി റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് കൊണ്ടുപോകണം. ദെൻ ആധാർ കാർഡ്, അതും എന്ത് ചെയ്യണം, രണ്ട് സമയത്തും ആവശ്യമുണ്ട്. അതുപോലെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് വേണം. ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് ഫ്രം ദ സ്കൂൾ ലാസ്റ്റ് അറ്റൻഡ്, നിങ്ങൾ ലാസ്റ്റ് പഠിച്ച സ്കൂളിൻ്റെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്, അങ്ങനെ പറഞ്ഞത് കേട്ടോ. ലാസ്റ്റ് അറ്റൻഡഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അത് നോക്കിയാൽ മതി. നെക്സ്റ്റ് കോപ്പി ഓഫ് SC ST UPS OBC അങ്ങനെ NCL സർട്ടിഫിക്കറ്റുകളൊക്കെ അല്ലേ, അതൊക്കെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് തന്നെ വേണം. അതുപോലെ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ കേട്ടോ, PAWBD കാൻഡിഡേറ്റ്സ്, അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ ഇതാണ് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഇപ്പം തന്നെ ശരിയാക്കി വെക്കുക. നെക്സ്റ്റ് വരുന്നത് അപ്ഗ്രേഡേഷൻ. ഞാൻ പറഞ്ഞു എന്താണ് അപ്ഗ്രേഡേഷൻ. നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി കൊടുത്തിരുന്നു ചോയ്സ് ഫില്ലിങ്ങിൻ്റെ സമയത്ത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ നമുക്ക് കിട്ടിയത് മറ്റൊന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നിന്ന് അത് അപ്ഗ്രേഡ് ചെയ്യുക. ആ യൂണിവേഴ്സിറ്റിയിലെ സീറ്റ്, കിട്ടിയ സീറ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം. അപ്പോൾ എപ്പോഴാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അങ്ങനെ 4 റൗണ്ട് വരെ അപ്ഗ്രേഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോവാം. അപ്പോൾ ആ സമയത്ത് ഇഫ് ദ കാൻഡിഡേറ്റ് ഡസ് നോട്ട് ഗെറ്റ് എ ബെറ്റർ ചോയ്സ്, ഒരു ഇഷ്ടമുള്ള ബെറ്ററായ ചോയ്സ് ലഭിച്ചില്ലെങ്കിൽ, then his or her initially allotted seat will be retained by him or her. അത് റിട്ടൈൻ ചെയ്യാം, നിലനിർത്താം. ഇഫ് ദ കാൻഡിഡേറ്റ് ഗെറ്റ്സ് എ ബെറ്റർ ചോയ്സ്, ഇനി ബെറ്റർ ചോയ്സ് കിട്ടുകയാണ്, then his ഇനീഷ്യലി അലോട്ടഡ് സീറ്റ് വിൽ സ്റ്റാൻഡ് ഫോർഫീറ്റഡ്. അപ്പോൾ നേരത്തെ കിട്ടിയ സീറ്റ് ഫോർഫീറ്റ് ചെയ്യുക. ആൻഡ് ദ കാൻഡിഡേറ്റ് വിൽ ഹാവ് ടു ആക്സെപ്റ്റ് ദ അപ്ഗ്രേഡഡ് സീറ്റ്. മനസ്സിലായോ? നിങ്ങൾ ഒരു സീറ്റ് ലഭിച്ചു, അപ്ഗ്രേഡേഷൻ കൊടുത്തു, പുതിയൊരു ഇത് കിട്ടിയാൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്ത സീറ്റിലാണ് ലഭിക്കുക. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് അതാ ഇമ്പോർട്ടൻറ്റ്, ഇൻ നോ കേസ് സച്ച് അപ്ഗ്രേഡഡ് കാൻഡിഡേറ്റ് വിൽ ബി അലോവഡ് ടു റീറ്റെയിൻ ദ ഇനീഷ്യലി അലോട്ടഡ് സീറ്റ്. അതായത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ കൊടുത്തു, നമുക്കൊരു പുതിയ യൂണിവേഴ്സിറ്റി കിട്ടി, ഇനി പിന്നെ നിങ്ങൾ വിചാരിക്കുക എനിക്ക് പഴയ യൂണിവേഴ്സിറ്റി തന്നെ മതി, അങ്ങനെ വിചാരിച്ചാൽ നടക്കൂല എന്നർത്ഥം, തിരിച്ചങ്ങോട്ട് പോകാൻ പറ്റൂല. ഇനി therefore the candidate must be very careful in exercising the request for upgradation. അതുകൊണ്ട് നിങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ കിട്ടിയ സീറ്റ് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ ചെയ്യേണ്ടതാണ്. ആഫ്റ്റർ അപ്ഗ്രേഡേഷൻ ദ കാൻഡിഡേറ്റ് ഷുഡ് കോൺടാക്ട് ദ കൺസേൺഡ് യൂണിവേഴ്സിറ്റി. നമുക്ക് ഓൾറെഡി സീറ്റ് അലോട്ടഡ് ആയിരിക്കും, പക്ഷേ നമ്മൾ പിന്നീട് അപ്ഗ്രേഡ് ചെയ്ത് മറ്റു സ്ഥലത്തേക്ക് പോകും. ആ സമയത്ത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റിയെ കണക്ട് ചെയ്യുക, വെരിഫൈ ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. നമ്മൾ എന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ്റെ ഡേറ്റ് നമ്മൾ വെരിഫൈ ചെയ്യണം. ആൻഡ് അഡീഷണൽ ഡോക്യുമെന്റ് റിക്വയർമെന്റ്, ഇതൊക്കെ നമ്മൾ വെരിഫൈ ചെയ്യണം. അപ്പോൾ കോൺടാക്റ്റ് ഞാൻ പറഞ്ഞു, ഇൻഫർമേഷൻ ബുള്ളറ്റിലുള്ള കോൺടാക്റ്റ് പ്രത്യേകം സൂക്ഷിച്ചു വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ഓരോ ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങളെ മനസ്സിലുണ്ടാവുന്നു. ഇതാണ് നമ്മൾ ടോട്ടലി ഇനി നിങ്ങളുടെ മുമ്പിലുള്ള കാര്യങ്ങൾ. ഫസ്റ്റ് രജിസ്ട്രേഷൻ, അതിൻ്റെ ഫീ പേയ്മെൻറ്റ്, പിന്നെ ചോയ്സ് ഫില്ലിങ്ങിലാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് എത്രയും യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുക കേട്ടോ, എത്രയും യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുക. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വെറുതെ നമ്മൾ 1-2 സ്ഥലങ്ങൾ ചൂസ് ചെയ്ത് അവിടെ നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും, പ്രയാസപ്പെടും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെ ചൂസ് ചെയ്യുക. അതുപോലെ മറ്റൊരു കാര്യം, നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന് പിന്നെ നിരാശപ്പെടരുത്. കാരണം നമ്മൾ എത്രത്തോളം ഇതിൻ്റെ പിന്നിൽ പോകുന്നോ, ഈ 4 റൗണ്ട് നമ്മൾ ഫോളോ ചെയ്യുക. ചിലപ്പോൾ നമുക്ക് മാർക്ക് കുറഞ്ഞാലും മാർക്കിലപ്പുറം നമ്മുടെ ആ പരിശ്രമം കൊണ്ട് നമുക്ക് സീറ്റ് ലഭിക്കും. അവസാനത്തെ മോപ്പപ്പ് റൗണ്ട് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ആ ശ്രമം നിർത്താൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ പരമാവധി കുട്ടികൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടാവും. പക്ഷേ നിങ്ങൾ പലരും എന്ത് ചെയ്യും, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ പരിപാടികളൊക്കെ നിർത്തും. അത് പ്രത്യേകം ശ്രദ്ധിക്കാം.
പിന്നെ നിങ്ങൾ ഇതിൻ്റെ ഡേറ്റുകളൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. പല വിദ്യാർത്ഥികളും പറയുന്നത് ഞാൻ ആ ഡേറ്റ് മറന്നുപോയി, ഞങ്ങൾ പിന്നെ നോക്കിയിട്ടില്ല. അങ്ങനെയൊക്കെ ഫസ്റ്റ് റൗണ്ടിന് കിട്ടിയിട്ടുണ്ടാവില്ല, പിന്നെ അത് ഒഴിവാക്കും. പിന്നീടാണ് കുറേ കഴിഞ്ഞിട്ട് നമുക്കൊരു യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ അറിയുമ്പോഴേക്കും അതിൻ്റെ സമയം കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. ഇങ്ങനെ പല ഇഷ്യൂസ് നിങ്ങൾ പിന്നെ എല്ലാ കാലത്തേക്കും നിങ്ങൾക്കൊരു സങ്കടമായി മാറും. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പ്രത്യേകം പറഞ്ഞു തന്നിട്ടുള്ളത്. തീർച്ചയായും ഈ ICAR കൗൺസിലിംഗ് നിങ്ങൾക്ക് നല്ലൊരു സീറ്റ് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി വരും വർഷങ്ങളിലൊക്കെ CUET ICAR കീഴിലുള്ള UG കോഴ്സുകളിലേക്കൊക്കെ എഡ്യൂബിറ്റ്സ് ലേണിംഗ് കൊടുക്കുന്ന ഇത്തരം കോച്ചിങ്ങുകളിൽ ഇനി ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. എഡ്യൂബിറ്റ്സ് ലേണിംഗിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറയാം. തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു വിജയം അതല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.